കുവൈത്തിനെതിരെ ഇറാൻ നടത്തുന്ന ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നിരവധി മിസൈലുകളും ഡ്രോണുകളും സേന വിജയകരമായി പ്രതിരോധിച്ചതായി അധികൃതർ അറിയിച്ചു. അതേസമയം മിന അൽ അഹമ്മദി റിഫൈനറിയിലുണ്ടായ തീപിടുത്തം വായുവിന്റെ ഗുണനിലവാരത്തെ ബാധിച്ചില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. സലീം കോട്ടയിൽ വിവരങ്ങളുമായി ചേരുകയാണ്. സലീം, അവിടെ കുവൈത്തിൽ ഇറാന്റെ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുന്നു. അതിന് പ്രതിരോധവും സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാകും. അപ്പോൾ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നിരവധി മിസൈൽ ആക്രമണം ഉണ്ടായി എന്ന് പറയുന്നു. അവിടെ ആളുകൾക്ക് പരിക്കോ മറ്റോ ഒന്നും ഇതുവരെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ, അല്ലേ? മഹേഷ്, കുവൈത്തിനെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണ ശ്രമങ്ങൾ തുടരുകയാണ്. ഇന്ന് നിരവധി തവണയാണ് അപായ സൈറണുകൾ മുഴങ്ങിയത്. ഇത് ഇപ്പോഴും ഈ സമയത്തും കുവൈത്തിൽ അപായ സൈറൺ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ കാലത്തിന് ശേഷം പകൽ സമയത്തും ഇന്ന് സൈറൺ മുഴങ്ങിയത് ആശങ്ക പടർത്തി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2 ക്രൂസ് മിസൈലുകളും 7 ബാലിസ്റ്റിക് മിസൈലുകളും 26 ഡ്രോണുകളും കുവൈറ്റ് സേന വിജയകരമായി പ്രതിരോധിച്ചതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മീന അൽ അഹമ്മദി റിഫൈനറിയും ജനവൈദ്യുതി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടും ഇന്ന് പുലർച്ചെ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. റിഫൈനറിയിലും പവർ സ്റ്റേഷനും ജലശുദ്ധീകരണ കേന്ദ്രങ്ങളിലും തീപിടുത്തമുണ്ടായെങ്കിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്ഫോടക വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിനായി 22 സംഭവങ്ങൾ ഇടപെട്ടതായി സായുധ സേന അറിയിച്ചിട്ടുണ്ട്. മറ്റു സുപ്രധാനമായ വാർത്ത, സംഘർഷ സാഹചര്യത്തിൽ വിവിധ രാജ്യങ്ങളിലെ നേതാക്കളുമായി കുവൈറ്റ് ഭരണ നേതൃത്വം ഫോണിൽ ചർച്ചകൾ തുടരുകയാണ്. വിമാനത്താവളങ്ങളും വൈദ്യുതി ജല കേന്ദ്രങ്ങളും എണ്ണ സ്ഥാപനങ്ങളും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾക്കെതിരെ കുവൈറ്റ് ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തുന്നത്. അതേസമയം റിഫൈനറിയിലെ തീപിടുത്തത്തെ തുടർന്ന് വായുവിന്റെ ഗുണനിലവാരം സുരക്ഷിതമാണെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. മലിനീകരണ നില സാധാരണ പരിധിയിലാണെന്നും ജനങ്ങൾക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അറിയിച്ചു. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുവാൻ സേന ഉയർന്ന ജാഗ്രതയിൽ തുടരുന്നതായും അധികൃതർ വ്യക്തമാക്കി. മഹേഷ്, സലീം കോട്ടയിലാണ് വിവരങ്ങൾ നൽകിയത്.